ഇനി ഈ ദർഭമോതിരം എടുത്ത് വലത് കൈയിലെ മോതിരവിരലിൽ അണിഞ്ഞോടൂ. ഇനി കിണ്ടിയിലെ വെള്ളത്തിൽ കൈ നനച്ചോളൂ. ഇനി എള്ളും പൂവും ചന്ദനം എടുത്ത് ആത്മാവിനെ സങ്കല്പിച്ച് വെള്ളം പകർന്ന് ഇലയിലേക്ക് സമർപ്പിച്ചോളൂ. ഇനി പിണ്ടം ഉരുട്ടിക്കോളൂ. പൂട്ടോളൂ. വിളിക്ക്, അവൻ മുറി തുറക്കും നോക്കാം. ഇന്ദ്ര, ഇന്ദ്ര, ഞാനവിടെ നകുലൻ. ഇന്ദ്ര, വാതിൽ തുറക്കടാ. ഇന്ദ്ര, എടാ നകുലിനെ വിളിക്കുന്ന, തുറക്ക്. ഇന്ദ്ര, ഇന്ദ്ര, എടത് ഞാനാണ്, നകുലിനാണെന്ന്. നീ ഒന്ന് വാതിൽ തുറന്നേ. ഇന്ദ്ര, എടാ വാതിൽ തുറക്കാൻ. എടാ നീ കേക്കുന്നില്ലേ? ഇന്ദ്ര, തുറക്കാനാ പറഞ്ഞേ. എടാ തുറക്കാൻ. ഇന്ദ്ര, തുറക്കടാ. ഇന്നലെ മുതൽ ഇതാണ് അവസ്ഥ. ഞങ്ങൾ പലവട്ടം വാതിൽ മുട്ടി വിളിച്ചു. അവൻ തുറക്കാൻ തയ്യാറാവുന്നില്ല. അവന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നേയില്ല. ഇനി ഇതിനകത്ത് കിടന്ന് വല്ല കടുങ്കയും ചെയ്യുമോന്നാ ഞങ്ങളുടെ പേടി. അത്രയ്ക്ക് മനോവിഷമല്ലേ നിങ്ങൾ കാരണം അവനുണ്ടായത്? അവൻ എന്തെങ്കിലും സംഭവിച്ചാ നിങ്ങൾ ഒരാളെ ഞാൻ വെറുതെ വിടില്ല. ഇന്ദ്ര, എടാ ഇന്ദ്ര, 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 എടാ നീ കേക്കുന്നില്ലേ? അങ്ങോട്ട്. എടാ വാതിൽ തുറക്കാൻ. എടാ എത്ര നേരിട്ട് വിളിക്ക? എടാ ഞാനൊന്ന് പറയട്ടെ. ഇന്ദ്ര, എടാ ഞാൻ പറയട്ടെ. എടാ ഇതൊന്ന് തുറക്ക്. എടാ ഇതൊന്ന് തുറക്കടാ. നീ വിളിച്ചിട്ടല്ലേ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. നിനക്ക് എന്തിനോട് പറയാനുള്ളേ? എടാ നിനക്ക് പറയാനുള്ളത് എന്ത് ഞാൻ കേൾക്കാം. എടാ നീ ആദ്യം വാതിൽ തുറക്ക്. എടാ നീ എത്ര നാളെ മുറി അടച്ചകത്തിരിക്കും? എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. പറയണമെന്ന് തോന്നിയിരുന്നു. പക്ഷെ ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നീ നിന്റെ വഴിക്ക് പോകാൻ നോക്കണ. ഇല്ലടാ, ഞാൻ ഇവിടുന്ന് പോവില്ല. നിന്നെ കാണാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. എടാ എനിക്ക് നിന്നോട് സംസാരിക്കണം.
സംസാരിച്ചേ തീരൂ. എടാ എന്തിനും ഏതിനും ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ. എടാ ഇന്ദ്ര, ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടാ വന്നിരിക്കുന്നത്. അത് നീ കേൾക്കണം. നീ അത് കേട്ടേ പറ്റൂ. ഇന്ദ്ര, ഇന്ദ്ര മോനെ, നീ എന്ത് പണിയാ കാണിച്ചേ? ഡ്രസ്സൊന്നും മാറിയില്ലേ? അല്ലെങ്കിൽ തന്നെ വിഷമം താങ്ങാനാകാതിരിക്കുമ്പോഴാ മുറി അടച്ചിട്ട് അകത്ത് കയറി ഒന്നും മിണ്ടാതിരിക്കുന്നത്.